आइए मैडम जी। വണ്ടിക്ക് ഉറപ്പുള്ളവന്മാര് മാത്രം വന്നാൽ മതി. എടോ എന്താടോ എന്ത് പറ്റി? നമ്മൾ ഓളുടെ വീട്ടിൽ പോകണം. കൂടുതൽ തീരുമാനിക്കാനൊന്നുമില്ല. അണക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോകും. നിങ്ങളുടെ ഈ ഉടക്ക് വർത്താനം കേൾക്കാനാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ വരണം. അപ്പോ താനും അങ്ങോട്ട് പോയില്ലേ? मैडम जी आपका सूखा पूरी तो लीजिए। ക്ലാസ്സേയും വിട്. ഇതിപ്പോ എന്താക്കുന്നു പറ. താനിനി കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കരുത്. എന്തിനാ ചിരിക്കുന്നേ? ഒന്നുമില്ല. സീരിയസ്ലി പ്രവീണിനെ ഓർത്ത് നിനക്ക് ദുഃഖമുണ്ടോ? നിന്റെ ഭർത്താവിനെ പോലെ പൊട്ടനാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ തമ്മിലുള്ള എല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാമെന്ന് എനിക്കറിയണ്ടേ? ഞങ്ങൾ ഇതിന്റെ ഇടയിൽ രാഷ്ട്രീയം ഒരു ഘട്ടത്തില് എന്നോട് സ്നേഹത്തോടെ നിന്നെ പക്ഷെ പിന്നെന്താ സംഭവിച്ചെന്ന് എനിക്ക് വലിയ ഞാൻ ഒറ്റപ്പെട്ടു പോയത്. അത് ഈ പറഞ്ഞ വണ്ണത്തെ അടികൊള്ളന്റെ കാര്യത്തിൽ എന്റെ പാർട്ടി ഇന്നിപ്പോ ഇനി പോയി കഴിഞ്ഞപ്പോ ഞാൻ അന്നത്തെ ഞാൻ അവരോട് പറഞ്ഞാണ് ഇവിടെ വന്നിട്ട് ഈ വർത്താനം പറഞ്ഞ അടിയുള്ള ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരട്ടെ. കുട്ടി എന്നെ പുഴയോട് പറഞ്ഞാൽ എന്റെ അണ്ടിക്കൊക്കെ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. താനൊന്ന് റിലാക്സ് ചെയ്യ്. ഞാൻ പോയിട്ട് പിന്നെ വരാം.